അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. ഏറെ സ്നേഹ ബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തെയും നമ്മളുടെ ഇരുത്തത്തെയും ഒക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുന്നതാവട്ടെ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്തിട്ട് ആരംഭിക്കാം. സലാം കാക്ക വന്നിട്ടില്ലേ കമറിലെ? ആയിക്കോട്ടെ, സൂറത്ത് ഫാത്തിഹ എന്നിട്ട് ആരംഭിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അൽഹംദുലില്ലാഹ്. ബാറകല്ലാഹു ഫീക്. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ഓക്കെ, വെരി ഗുഡ്. അൽഹംദുലില്ലാഹ്. പിന്നെ ചെറിയ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ചോദിക്കുക. ഇതിലിപ്പം പറയേണ്ടത് ഈ ഇപ്പം ഞാൻ റെഡ് ലൈന് കൊടുത്ത ഭാഗത്ത് നമ്മൾ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ മതി, നിയമങ്ങൾ പറഞ്ഞാൽ മതി, തഹജ്ജ് ചെയ്യണ്ട. മുഫഖമാണ്. എത്ര മുഫഖമുണ്ട്? രണ്ടെണ്ണം. ഓക്കെ. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين. ആ ഭാഗത്ത് എവിടെ തെറ്റുണ്ടോ? ഷിഫിന് പാരായണം ചെയ്ത് കൊടുത്ത് എവിടെങ്കിലും എന്താ വിട്ടുപോയിട്ടുണ്ടോ? ഒന്നുകൂടി അതാണോ? ഒന്നുകൂടി അത്. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعددنا لهم عذاب السعير. ഓക്കെ, എന്തായിരുന്നു നേരത്തെ വിട്ടുപോയത് പറഞ്ഞാല്? നൂന് മണിച്ചില്ല, സയ്യന്ന സമാ എന്നായി പോയിട്ടുണ്ടായിരുന്നു, മണിക്കാൻ വിട്ടുപോയി. ഓക്കെ, ഈ ഇവിടുത്തെ നിയമം മാത്രം പറഞ്ഞാൽ മതി. നിയമം മദ് മുത്തസിൽ. വെരി ഗുഡ്. ഓക്കെ, ഇവിടെയോ? ഇൽഹാർ. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ എന്താ വരുന്നത്? ഈ ഹംസത്ത് വസ്ൽ ഈ കഴിഞ്ഞ ആഴ്ച തെറ്റിച്ച് പറഞ്ഞതാണ്. അവിടെ ലാമു അല്ല ലാമു ശംസിയ. വെരി ഗുഡ്. അൽഹംദുലില്ലാഹ്. ബാറകല്ലാഹു ഫീക്. تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير. ഓക്കെ, വെരി ഗുഡ്. പിന്നെ അൽഹംദുലില്ലാഹ്, സുക്കൂനുള്ള മീമിൽ ഏഷൊന്ന് ഇദ്ഗാമിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ എന്താണ് ചോദ്യം? ഏതാണ് ഈ ചോദ്യം? ഏതാണ്? ഓക്കെ.
ഇവിടെ ഈ റെഡ് ലൈന് കാണുന്നിടത്തുള്ള എത്രാമത്തെ ഹാലാന്നാണ് പറയേണ്ടത് അവിടെ? ഹാല് حال شد الياء شد فتحة ആ അത് പത്താമത്തെ ഹാള് 10ാമത്തെ ഹാൽ എങ്ങനെയാണ്? 10ാമത്തെ ഹാല് വരും. 11ാമത്തെ ഹാള് 11ാമത്തെ ഹാലാണ് ഷദ്ദ ഫത്ഹ. 11ാമത്തെ. യെസ്. അതെ, വെരി ഗുഡ്. ഇവിടെ വരുന്ന നിയമം എന്താണ്? നിയമം പറഞ്ഞാൽ മതി. അവിടെ മുൻഫസിൽ മദ് മുൻഫസിൽ. ഓക്കെ, അൽഹംദുലില്ലാ. ഇവിടെയോ? അവിടെ ഇൽഹാർ മുൽഹറ. ഓക്കെ, അൽഹംദുലില്ലാ. ബറക്കല്ലാഹു ഫീ. قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. ഓക്കെ, അൽഹംദുലില്ലാ. അതൊന്നും കൂടി കൂട്ടി ഓതിയാല് ബ്രേക്ക് ഓതിയത് നിങ്ങൾക്ക് ശരിയാണ്. ഇനി അതൊന്നും കൂടി ഒന്ന് കൂട്ടി കഴിഞ്ഞിട്ട് ഓതി കഴിഞ്ഞാൽ, ബ്രേക്ക് ചെയ്യാണ്ട് ഓതി കഴിഞ്ഞാൽ ശരിയായിക്കോളും. അപ്പൊ ഒന്ന് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്താൽ ശരിയാവും. ഓക്കെ, അൽഹംദുലില്ലാ. ബറക്കല്ലാഹു ഫീ. قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. ഓക്കെ. ഇവിടെ എന്താന്ന് അറിയോ? ഈ ഒരു ദിനം എനിക്കൊരു സംശയം, ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ട്. അലിഫ് മദ് ലയ്യിന. ഓക്കെ, വെരി ഗുഡ്. മദ് ലയ്യിന, അൽഹംദുലില്ലാ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇവിടുത്തെ നിയമം എന്താണ്? ഇതാ ഇപ്പൊ വന്നേ മദ് മുത്തസിൽ വാജിബ് 4 5. വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഇവിടെയോ? ഇവിടെ ഇൽഹാർ. ഓക്കെ, അൽഹംദുലില്ലാ. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. ഓക്കെ, ഇന്നല്ലദീന എന്നുള്ളടത്ത് ദാലിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നല്ലദീ ദാല് ആണ്. പിന്നെ മഗ്ഫിറത്തിൻ, അങ്ങനെ കുറച്ച് 1-2 സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കാൻ. ഓക്കെ, ഇത് ഇവിടുത്തെ നിയമം എന്താണ്? ഇവിടെ ഈ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് അത്? നൂനിനെ ഉന്നത്ത് ചെയ്യണം. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. ഒന്നും കൂടി പിന്നെ ഒരു ഇണത്തിലൊക്കെ ഓതിയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. താത്ത ഇൻഷാ അല്ലാഹ്. أأمنتم من في السماء أن يخسف بكم الأرض أن يخسف എന്ന് പറയണ്ട. أن يخسف بكم الأرض فإذا هي تمور. ഓക്കെ, ഇവിടെ എന്താ നിയമം എന്ന് പറയാൻ പറ്റുമോ? കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടുത്തെ നിയമം എന്താണ്? വെരി ഗുഡ്. ഇവിടെയോ? ഇവിടെയുള്ള പിന്നെ മദ് എന്ത് മദ്ദാണ്? മുത്തസിൽ. അൽഹംദുലില്ലാ. أم أمنتم من في السماء أن يرسل عليكم حاسبا فستعلمون كيف نذير. أم أمنتم من في, അവിടെ ഒന്ന് ഉന്ന മറന്നുപോയി. പിന്നെ ഹാസിബ, ബ പോരാ, ഹാസിബ. ഓക്കെ, ഇവിടെ എന്താ നിയമം? ഈ സുക്കൂനുള്ള മീമ് ഇൽഹാറാണോ? നല്ല ഇൽഹാറാണ്. ഓക്കെ, ഇവിടുത്തെ മദ് എന്ത് മദ്ദ? ഇവിടെ മദ് മുത്തസിൽ.
മുത്തസിൽ മദ് സംശയമുണ്ടല്ലേ? മുത്തസിൽ. ഓക്കെ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുകും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. മിൻ ദൂനില്ലായി എന്നായി പോയോ? മിൻ നൂന് ഇൽഹാറായി പോയിരുന്നോ? ഇല്ലല്ലോ. മിൻ ദൂനി റഹ്മാനി എന്നാണോ ഓതിയല്ലേ? മിൻ ദൂനി റഹ്മാൻ എന്നാണോ ഓതി? മിൻ ദൂനിർ റഹ്മാൻ. ഈ നൂന് ഇൽഹാറിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, ഇവിടുത്തെ നിയമം എന്താണ്? ഇപ്പൊ ചുവപ്പ് കളർ വന്നിടത്ത് അവിടെ ഇൽഹാർ. ഇൽഹാർ. ഓക്കെ, ഇവിടെയോ? ഇവിടെ എന്താണ്? ഇവിടെ മുഫഖമ. മുഫഖമാണ്. അതിന്റെ മുമ്പേ ഒരു സാധനം ഉണ്ടല്ലോ, അതെന്താണ്? ഹംസത്തുൽ വസ്ൽ അല്ല, ലാം ഷംസിയ. ലാം ഷംസിയ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെയോ? അവിടെ എന്താണ്? വാവുമദ് തൊബിയാണ്. റാഇന് ലൊമ്മ വരുമ്പോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? റാ ലൊമ്മ വാവുമദ്ദാണ്. മുഫഖമയാണ്. വെരി ഗുഡ്. അൽഹംദുലില്ലാഹ്. من هذا الذي يرزقكم إن أمسك رزقه ഒരു മിനിറ്റ്. ഇന്നംസക്കാന്ന് പറയത് ഇന്നംസക്കായി പോരുത്. ഇൻ അംസക റിസ്ഖ ബല്ലജു ഫീ ഉതുവ്വിൻ വനുഫൂർ. വെരി ഗുഡ്. ഇവിടത്തെ നിയമം എന്താണ്? ഇൽഹാർ. ഇവിടെയോ? മുറക്കക്ക. വെരി ഗുഡ്. ഇതിനെന്താ പറയാ? ഓക്കെ, ഇതിനെന്താ പറയാ? ഓക്കെ. ഇതിനെന്താ പറയാ? അലിസ്ഫിർ മുസ്തദിർ ലാ യുന്തഖ്. ഓക്കെ. വെരി ഗുഡ്. അൽഹംദുലില്ലാഹ്. أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. ഓക്കെ, അപ്പോൾ അത് ഓത്ത് പിന്നെ അവിടെ ഇവിടെയൊക്കെ വഖഫ് ചെയ്തു പോയിട്ടുണ്ട്. നിങ്ങൾ പിന്നെ ശ്വാസം കിട്ടാത്ത പ്രോബ്ലം ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ അത് ശ്രദ്ധിക്കാം. നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്തോതി പോയാലും വളരെ നല്ലതായിരിക്കും. أفمن يمشي مكبا على وجهه ഒന്നുകൂടി മാറ്റി ഒതുക്കോളൂ. أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم. أمن يمشي سويا പോരാ. سويا على صراط مستقيم. ഓക്കെ. ഇവിടത്തെ നിയമം എന്താന്ന് പറയാൻ പറ്റുമോ സന? കൽക്കലയുടെ ലെറ്റർ. ഓക്കെ, കൽക്കല. ഇവിടെയോ? ഈ മദ്ദിനൊരു പേരുണ്ട്. മദ്സില കുബ്ര. മദ്സില കുബ്ര. വെരി ഗുഡ്. ഇവിടെയോ? ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്ത ക്ലാസ്. ഇൽഹാർ. ഓക്കെ, വെരി ഗുഡ്. അൽഹംദുലില്ലാഹ്. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തഷ്കുറൂൻ. ഓക്കെ, സിമ്പിളായിട്ട് പാരായണം ചെയ്താൽ മതി. പ്രയാസമൊന്നും. നിങ്ങൾക്ക് ഓതാ അറിയാം. എന്തോ ഒരു പേടി പോലെ ഓതുമ്പോൾ തോന്നുന്നു. നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. ഓക്കെ. എന്തിനാ പേടിക്കുന്നത്? പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു ഡൗട്ട്. നിങ്ങൾ ഓതുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല.
തെറ്റിയാൽ നമുക്ക് തെറ്റി ക്ലിയർ ആക്കാം, പേടിക്കരുത് ഇൻഷാ അല്ലാ. ഇവിടെ പിന്നെ ഒരു മദ് ഉണ്ട്, ആ മദ്ദിന്റെ പേര് പറയാൻ പറ്റുമോ? യാ മദ് തബി ഹർക്കത്താൻ. തൊബിയാണോ? മുൻഫസിലാണ്. മുൻഫസിലാണോ എന്നല്ല, മുൻഫസിലാണ്. തൊബീന്റെ ശേഷം ഹംസ വന്നു അടുത്തതിൽ, അതുകൊണ്ട് അത് മദ് മുൻഫസിൽ. മദ് മുൻഫസിൽ. വെരി ഗുഡ്. ഇവിടെ എന്താണ് സുക്കൂനുള്ള മീമ്? നിയമം പറഞ്ഞാൽ മതി. ഇദ്ഗാമാണോ? അല്ല, ഇദ്ഹാർ, വ്യക്തമാക്കിയിട്ട്. ഇവിടെയോ? ഇദ്ഹാർ. സാക്കിന മുകൽക്കല. ഓക്കെ വെരി ഗുഡ്, അൽഹംദുലില്ലാ. فلما رأوه زلفة سيئت وجوه الذي كفروا وقيل هذا الذي ഉജൂഹുല്ലദീനാന്നുണ്ട്, നൂൻ കൂടി ഉണ്ട് അവിടെ. ഉജൂഹുല്ലദീ അല്ല, ലദീനാണ്. وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. പിന്നെ ഇപ്പം കുന്തുംബി അവിടെ നിർത്തി. അപ്പൊ കുന്തുംബി എന്നുള്ളിടത്തൊന്ന് കുറച്ച് ഹാദല്ലദീ കുറച്ചും കൂടി ഒന്ന് ബാക്കൊന്ന് എടുത്തു വന്നാൽ നല്ലതാണ്. ഓക്കെ. ഇവിടെ എന്താണ് നിയമം പറഞ്ഞോ? മദ് മുത്തസിൽ. അവിടെ ശബ്ദ കൊടുക്കരുത്. ഇന്ന അഹ്ലകനിയ എന്നല്ല, ഇന്നത് കൂട്ടാണ്ട് ഇൻ അഹ്ലകനിയല്ലാഹു ഓതിക്കോളൂ ഫസ്റ്റ് മുതൽ. قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. ഓക്കെ വെരി ഗുഡ്. ഇവിടെ ഒരു ഇതുണ്ട്, ഈ റാന് എന്താണെന്നറിയോ? മുഫഖമയാണ്. ഇവിടെയോ? ഇവിടെ ഇൽഹാർ. ഇവിടെയോ? അവിടെ ഇൽഹാർ. വെരി ഗുഡ് അൽഹംദുലില്ലാ. ഇന്നാ ബലൗനാഹും കമാ ബലൗനാ. ഒരു മിനിറ്റ് ഞാൻ ഇടപെടുന്നുണ്ട്. ഒന്ന് മണിക്ക. ഇന്നാ ബലൗനാഹും കമാ. إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين. ഓക്കെ. ഇസ് എന്നുള്ള ഇത് എന്നായി പോരുത്. إذ قاف ساكنة مكلكلة. إذ أقسموا ليصرمنها مصبحين. ഓക്കെ. നിയമം പറയാൻ പറ്റുമെങ്കിൽ ഇവിടെ ഉള്ള നിയമം എന്താണ്? സുക്കൂനുള്ള മീമിന് ശേഷം കാഫ് വന്നു, അവിടുത്തെ നിയമം എന്താ? ഇൽഹാർ. ഇവിടെയോ? ഈ മദ്ദിന്റെ പേര് മദ് മുൻഫസിൽ. ഇവിടെയോ? വാവ് മദ് അല്ല, മീമുലമ്മ വാവ് മദ് തൊബഈ ഹർക്കത്താൻ, പിന്നെ അലിഫ് സിഫർ മുസ്തതിർ ലൈൻ. ഓക്കെ വെരി ഗുഡ് അൽഹംദുലില്ലാ. അം ലക്കും ഐമനും അലൈനാ. ഐമാനുൻ അല്ല, ഐമാനുൻ അലൈനാ. أيمان علينا بالعة إلى يوم القيامة إن لكم لما تحكمون. ഓക്കെ അൽഹംദുലില്ലാ. ബാറക്കല്ലാഹു ഫീ. خاشعة أبصارهم
ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. ഒക്കത്തെ കുറച്ചും കൂടി ഒന്ന് ശരിയാക്കി ഓതാണ്ട് ഒന്നും കൂടി ഓതി. خاشية أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وقد كانوا يدعون إلى السجود وهم سالمون. ഇവിടുത്തെ നിയമം എന്താണ്? ഇൽഹാർ. ഇവിടെയോ? ഇവിടെ രണ്ട് ലെറ്ററുകൾ കാഫിന് പിന്നെ എന്താണ് ദാലിനോ? ദാല് കൽക്കല. ഓക്കെ. ഇവിടെയോ? ഇവിടെ വാവ് മദ് തൊബഈ ഹറക്കത്താൻ. അടുത്തതാണ് അലിഫ് സിഫർ മുസ്തതീർ. അലിഫ് സിഫർ മുസ്തതീറിലായി. ഓക്കെ വെരി ഗുഡ്. അൽഹംദുലില്ലാഹ്. فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون. ഹൈഷു അല്ല ഹൈസു. പിന്നെ ബിഹാദ എന്നുള്ള ബിഹാദ ഹയിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. ഇവിടെ ഈ റാഇനും ദാലിനും ഉള്ള പ്രത്യേകത എന്താ? ദാലിന്റെ മുഫഖം അല്ല കൽക്കല. റാ മുറക്കക. ഇവിടെയോ? അവിടെ ഇദ്ഗാം. ഇവിടെയോ? അവിടെ ഇൽഹാർ. വെരി ഗുഡ്. അൽഹംദുലില്ലാഹ്. وجاء فرعون ومن قبله والمؤتفكات بالخاطئة. ഓക്കെ. ഇവിടുത്തെ നിയമം പറഞ്ഞോളൂ. മദ് എന്ത് മദ്ദാ? മുത്തസിൽ. ഓക്കെ. ഇവിടെയോ? മദ് സിലാ സുഗ്റ. ഇവിടെയോ? ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാമു തഅരീഫ് ഏതാണ് എന്നാണ്. ലാമു തഅരീഫിൽ ഏതാണ്? ഖമരിയ. വെരി ഗുഡ്. والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية. വെരി ഗുഡ്. ഇവിടുത്തെ മദ് എന്ത് മദ്ദാ? മുൻഫസിൽ. ഇവിടെ ഈ ഖാഫിന്റെ പ്രത്യേകത എന്താ? മുഫഖമ. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെരി ഗുഡ്. ഓക്കെ. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമുക്ക് പുതിയ ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. നൂനു സാക്കിന വ തൻവീൻ. ഇന്നത്തെ ടോപ്പിക് അൽ ഇദ്ഗാം ആണ്. ഇദ്ഗാം. ഓക്കെ. പിന്നെ ഈ ആഴ്ച മുതൽ നമ്മൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ ആയത്ത് സൂറ അൽ ഫുർഖാൻ 25-ാമത്തെ സൂറത്ത് അൽ ഫുർഖാൻ നമ്മൾ ഈ ആഴ്ച മുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. 6 ആയത്തുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 6 ആയത്തുകൾ നിങ്ങൾക്ക് പിന്നെ കേൾപ്പിച്ച് തരും. അത് നിങ്ങൾ കേൾക്കുക. പിന്നെ ഹോംവർക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഹോംവർക്ക് ക്ലാസ് കഴിയുമ്പോൾ തരും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ആഴ്ചയിൽ 6 ആയത്ത് ഹിഫ്ള് ചെയ്യുക എന്നുള്ളതാണ്. ഹിഫ്ള് ചെയ്യാൻ പ്രയാസമുള്ള ആളുകൾ പാരായണം ചെയ്യാനെങ്കിലും പഠിക്കുക.
ഹിഫ്ദ് ചെയ്യാൻ പറ്റുന്നവർ ഹിഫ്ദ് ചെയ്യാം. നമ്മളെ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സൂറത്ത് ഫുർഖാൻ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത്. 6 ഇത് വരുന്ന സമയത്ത് ലീവൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ഈ ആഴ്ച മുതൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഓർത്ത് വെക്കുക. നിർബന്ധമില്ല ഹിഫ്ള് ചെയ്യാൻ, പക്ഷെ നിങ്ങൾ ഹിഫ്ള് ചെയ്യാൻ ശ്രമിക്കുക. അത് പിന്നെ നമുക്ക് ഇവിടെയും നാളെ പരലോകത്തൊക്കെ ഒരുപാട് പ്രതിഫലമുള്ളതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. നമുക്ക് എത്രത്തോളം കഴിയുമോ അത്രയും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ നൂനു സാക്കിന വ തൻവീനിലെ 2ാമത്തെ ഹുക്മിലേക്കാണ് നമ്മൾ പോകുന്നത്. നൂനു സാക്കിന വ തൻവീൻ, നൂനു സാക്കിനയിലേക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ എത്തിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. നൂനു സാക്കിന വ തൻവീൻ, അതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്. ഓക്കെ, നൂനു സാക്കിനൻ്റെ 4 ഹുക്മുകളാണ് ഇൽഹാർ, ഇദ്ഗാം, ഇഖ്ഫാ, ഇഖ്ലാബ്. അതിൽ നമ്മൾ ഇൽഹാർ പഠിച്ചു, ഇൽഹാറിൻ്റെ ഹർഫുകളും പഠിച്ചു. എപ്പോഴാണ് ഇൽഹാർ സംഭവിക്കുന്നത്? നൂനു സാക്കിന വ തൻവീൻ, അതിനുശേഷം നൂനു സാക്കിനയോ തൻവീനിനോ ശേഷമോ പിന്നെ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ പിന്നെ നൂനു സാക്കിന തൻവീൻ ഏതാണോ അത് നല്ല വ്യക്തമായിട്ട് പിന്നെ ക്ലിയർ ആയിട്ട് ഉച്ചരിച്ച് പാരായണം ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നൂനു സാക്കിന ശേഷം ഹംസ വന്നു. അപ്പോൾ വയൻ ഔന അതിൻ്റെ തെഹജിയാണ് നമ്മൾ കാണുന്നത്. നൂനു സാക്കിന മുദ്ഹറ, ഇൽഹാറാണ് ഖബ്ല അൽ ഹംസ അൽ മഫ്തൂഹ. ഫത്ഹയുള്ള ഹംസ വന്നതുകൊണ്ട് നൂനു സാക്കിയ ഇൽഹാറായിരിക്കും, യൻ ഔന. ഓക്കെ, ഈ ആഴ്ച നമ്മൾ പോകുന്നത് 2ാമത്തെ ഹുക്മായ അൽ ഇദ്ഗാം. ഇദ്ഗാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേശിപ്പിക്കുക, ലയിപ്പിക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഒന്നിനെ ഒന്നിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിപ്പിക്കുക, ലയിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഇദ്ഗാമിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഇൽഹാർ നമ്മൾ നേരത്തെ പിന്നെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അറബി അക്ഷരമാലയിൽ അറബി അക്ഷരങ്ങൾ 28 ശബ്ദമുള്ള അക്ഷരങ്ങളാണ് എന്ന് നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇൽഹാർ 6 ഹർഫുകൾ നമ്മൾ ഇൽഹാറിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അത് നൂനു സാക്കിന തൻവീന് ശേഷം ഹൽക്കിൻ്റെ 6 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇൽഹാർ സംഭവിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇദ്ഗാമാണ്. ഇദ്ഗാമിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇദ്ഗാമിൻ്റെ ഹർഫുകൾ ഏതെല്ലാണ് എന്ന്. ഇദ്ഗാമിൻ്റെ ഹർഫുകൾ അതിന് നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ടേം ഉപയോഗിക്കുക. യർമുലൂന എന്നോ അല്ല യർമലൂന എന്നുള്ള ഒരു ടേം. അത് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് വേറെ എങ്ങനെ മാറ്റമൊക്കെ ചെയ്യാം കേട്ടോ. അതായത് ഹർഫുകൾ ഇതാണ്: യ, റ, മീം, ലാം, വാവ്, നൂൻ. ഈ 6 അക്ഷരങ്ങളാണ് ഇദ്ഗാമിൻ്റെ അക്ഷരം. കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണെങ്കിൽ ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത് ഇദ്ഗാമിൻ്റെ ഹർഫുകളാണ്. ഇദ്ഗാമിൻ്റെ ഹർഫുകൾ എന്ന് പറയുമ്പോൾ യ, റ, മീം, ലാം, വാവ്, നൂൻ. യർമലൂന എന്ന് എളുപ്പത്തിൽ നമ്മൾ കുത്തുബുജദ് എന്ന് പഠിച്ചിനോ? കുത്തുബുജദ് എന്ന് പഠിച്ച എന്തിനാണ്? അത് പെട്ടെന്ന് നമുക്കത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. കുത്തുബുജദ്, ഖാഫ്, താ, ബ, ജീം, ദാൽ, കൽക്കലയുടെ അക്ഷരങ്ങൾ ഓർത്ത് വെക്കാൻ. അപ്പോൾ അതേപോലെ ഇദ്ഗാമിൻ്റെ അക്ഷരം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് യർമലൂന. അപ്പോൾ യാ, റാ, മീം, ലാം, വാവ്, നൂന് പെട്ടെന്ന് മനസ്സിലാക്കും. 6 ഹർഫുകളാണ് ഇദ്ഗാമിൻ്റെ ഹർഫുകൾ. അതായത് നൂനു സാക്കിന തൻവീനാണ് കേട്ടോ. മീം സാക്കിന ഇദ്ഗാമിൻ്റെ ഹർഫ് ഏതാന്ന് ചോദിച്ചാൽ മീം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. നൂനു സാക്കിന വ തൻവീനിലെ ഇദ്ഗാമിൻ്റെ ഹർഫുകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യ, റ, മീം, ലാം, വാവ്, നൂൻ. ഈ 6 ഹർഫുകളാണ്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. നമ്മൾ അടുത്തൊരു ഇതിലേക്ക് പോവാണ്. നൂനു സാക്കിന വ തൻവീനിലെ ഇദ്ഗാം നൗആനാണ്. 2 എണ്ണം ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. ഇദ്ഗാം എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ടൈപ്പ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടുന്ന് നമ്മൾ
പിന്നെ ഇതായി പോകരുത്, കൺഫ്യൂഷൻ ഉണ്ടായി പോകരുത്. ഇദ്ഗാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇദ്ഗാം നൗആൻ, 2 ടൈപ്പ്. ഇദ്ഗാം 2 തരമുണ്ട്. എത്ര തരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂനു സാക്കിന വ തൻവീനിലെ ഇദ്ഗാം 2 ടൈപ്പ് ഉണ്ട്. മീമു സാക്കിനയിൽ 1 ടൈപ്പ് ഉള്ളൂ, ഒന്ന് തന്നെ 1 ഹർഫുള്ളല്ലോ. പക്ഷെ ഇവിടെ 6 ഹർഫുണ്ട്, 2 എന്തുണ്ട്, 2 ടൈപ്പ് ഉണ്ട്. ആ 2 ടൈപ്പ് ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നിൻ്റെ പേരാണ് ഇദ്ഗാം ബി ഗുന്ന, ഗുന്നയോടുകൂടി ഇദ്ഗാം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏതാണ്, ഇദ്ഗാം ബി ഗൈരി ഗുന്ന, ബി ഗൈരി ഗുന്ന, ബിലാ ഗുന്ന എന്ന് പറയും, ഗൈരി ഗുന്ന, ഗുന്ന ഇല്ലാണ്ട് മണിച്ച് ലയിപ്പിക്കുക എന്നുള്ളതും ഒന്ന് മണിച്ച് ലയിപ്പിക്കുക എന്നുള്ളതാണ്. ഇദ്ഗാം 2 എണ്ണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇദ്ഗാം നൂനുസാക്കിന വ തൻവീനിലെ ഇദ്ഗാം 2 എണ്ണം ഉണ്ട്. ഇദ്ഗാം ബി ഗുന്ന, ഇദ്ഗാം ബി ഗൈരി ഗുന്ന അല്ലെങ്കിൽ ബിലാ ഗുന്ന, 2 പേരിലും അറിയുന്നുണ്ട്. ഗുന്ന ഇല്ലാണ്ട് എന്ത് ചെയ്യാണ്, ഇദ്ഗാം ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇദ്ഗാം ബി ഗുന്നയാണ്. ഇദ്ഗാം ബി ഗുന്ന, ഗുന്ന ചെയ്ത് കഴിഞ്ഞിട്ട് ഇദ്ഗാം ചെയ്യേണ്ട, അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പം യാ വാവ് മീമ് നൂന്, ഇതാണ് പിന്നെ ബി ഗുന്ന, ഇദ്ഗാം ബി ഗുന്ന. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇദ്ഗാമിന്റെ ഹർഫുകൾ ഏതാന്ന് ചോദിച്ചപ്പം യാ യർമ ലൂന എന്ന് പറഞ്ഞു. യാ റാ മീമ് ലാമ് വാവ് നൂന്, 6 ഹർഫുകൾ പഠിച്ചു. ഇവിടെ നമ്മൾ അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇദ്ഗാം 2 ടൈപ്പ് ഉണ്ട്. ഇദ്ഗാം 2 ടൈപ്പ് ഇദ്ഗാം ഉണ്ട്. അത് ഒന്ന് ബി ഗുന്ന ഹർക്കത്തൈൻ, ഒന്ന് ബി ഗൈരി ഗുന്ന അല്ലെങ്കിൽ ബിലാ ഗുന്ന, 2 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ഗാം ബി ഗുന്നയിൽ എത്ര ഹർഫുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. അപ്പോൾ ഇദ്ഗാം ബി ഗുന്നയുടെ ഹർഫുകൾ 4 എണ്ണാണ്. യാ വാവ് മീമ് നൂന്. യൗമൻ എന്ന് വേണമെങ്കിൽ നമുക്കൊരു എളുപ്പത്തിന് പഠിച്ച് മനസ്സിലാക്കിയ യൗമൻ, അല്ലെങ്കിൽ യൻമൂന്നൊക്കെ പറയും, ഇങ്ങനെയും പറയും ചില ആൾക്കാർ, യൻമു എന്ന്, യൗമെന്നോ യൻമൂന്നോ എങ്ങനെ ആയാലും 4 ഹർഫുകളാണ്. ഗുന്നയോട് കൂടിയിട്ട് ഇദ്ഗാം ചെയ്യേണ്ട ഹർഫുകൾ 4 എണ്ണമാണ്. ഗുന്നയോടുകൂടി ഇദ്ഗാം ചെയ്യേണ്ട ഹർഫുകൾ 4 എണ്ണം. ഇദ്ഗാമിൻ്റെ ഹർഫുകൾ 6 എണ്ണം. ലാമും പിന്നെ റാവും കൂടി ഇതിൽ കൂടും. പക്ഷെ ഗുന്നയോടുകൂടി ഇദ്ഗാം ചെയ്യേണ്ട ഹർഫ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാ മീമ് നൂന് വാവ്, അല്ലെങ്കിൽ യാ നൂന് മീമ് വാവ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പഠിക്കാം. 4 ഹർഫുകളാണ്, പ്രത്യേകം ഓർത്ത് വെക്കണേ. ഇത് അതിനൊരു ഉദാഹരണം, അൻ എന്നതിന് ശേഷം യാ വരാണെങ്കിൽ ഐയ ബയ്യ തയ്യ സയ്യ. മീമാണെങ്കിൽ അമ്മ ബമ്മ അമ്മ ഹന്ന ഖന്ന, ഇങ്ങനെ 4 ഹർഫുകൾ. ഇനി അതിനൊരു ഉദാഹരണമാണ് നമ്മൾ കാണുന്നത് സ്ക്രീനിൽ. ഐയഖ്സിഫ, അവിടെ നിങ്ങൾക്ക് കാണാം നൂനു സാക്കിന ശേഷം യാ വന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ നൂനു സാക്കിനയെ, സുക്കൂനുള്ള നൂനിനെ യായിലേക്ക് എന്ത് ചെയ്യണം, ലയിപ്പിക്കണം. യായിലേക്ക് ലയിപ്പിച്ചിട്ട് മണിച്ച് പാരായണം ചെയ്യാം. അന്യ എന്ന് പറയാൻ പാടില്ല. ഐയഖ്സിഫ. ഓക്കെ, സൂറത്ത് മുൽക്കിലാണ്. അടുത്ത ആയത്ത് നോക്കുക. അടുത്ത വാക്ക് ഷഹീഖൗ വഹിയ. ഇവിടെ തൻവീനിനു ശേഷം വാവ് വന്നു. ഇവിടെ നൂനു സാക്കിനക്ക് ശേഷം യാ വന്നു, തൻവീനു ശേഷം വാവ് വന്നു. അടുത്തത് നോക്കുക. ഖാഫ് തൻവീൻ ശേഷം മീമു വന്നു. അപ്പോൾ ആ ഖാഫിനെ തിബാഖമ്മ. പിന്നെ അടുത്തത് നോക്കൂ. മീം തൻവീൻ ബിൽ ഫത്ഹ ശേഷം നൂന് വന്നു. അവിടെ എന്താണ്? ഇദ്ഗാം ബി ഗുന്ന ഹർക്കത്തൈൻ. ഇദ്ഗാം ബി ഗുന്ന ഹർക്കത്തൈൻ.
ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഈ ആയത്ത് പാരായണം ചെയ്തു നോക്കിയാൽ മനസ്സിലാവും. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ അതിൻ്റെ ലിമൻ നൂനു സാക്കിന ശേഷം യാവ് വന്നു. അപ്പോൾ ആ നൂനിനെ യായിലേക്ക് ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യും. അതിൻ്റെ തെഹജിയാണ് നിങ്ങൾ കാണുന്നത്. നൂനു സാക്കിന മുദ്ഗമ, നൂൻ സാക്കിന. പ്രത്യേകം കേട്ടോളൂ, നിങ്ങൾ പറയുന്നത് തെഹജി പറയുന്നത് നൂൻ സാക്കിന മുദ്ഗമ. നൂനു സാക്കിന ഇദ്ഗാം ചെയ്തിട്ടു. ഏയിലേക്കാണ് ഇദ്ഗാം ഫീ ലേക്ക്. നൂനു സാക്കിന യായിലേക്ക് എന്ത് ചെയ്ത് ഫത്ഹയുള്ള അൽ മഫ്തൂഹ ഫത്ഹയുള്ള യായിലേക്ക് എന്ത് ചെയ്തിട്ട് ഇദ്ഗാം ചെയ്തിട്ടുണ്ടു. ബി ഉന്ന ഹർക്കത്തൈൻ, 2 ഹർക്കത്ത് ഉന്ന ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നൂനു സാക്കിനെ യായിലേക്ക് ഇദ്ഗാം ചെയ്തിട്ടുണ്ട്, ലയിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അത് പറയുന്നത്. നൂൻ സാക്കിന മുദ്ഗമ ഫിൽ യാഇൽ മഫ്തൂഹ ബി ഉന്ന ഹർക്കത്തൈൻ. ഇവിടെ എന്താണ് ഉന്ന ഹർക്കത്തൈൻ എന്ന് പറയണം. ഓക്കെ, മയ്യ മയ്യ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇദ്ഗാം 2 ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഇദ്ഗാം ബി ഉന്ന ഉണ്ട്, ഇദ്ഗാം ബി ഗൈരി ഉന്നയുണ്ട്. ഈ ഇദ്ഗാം ഇത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുതേ. ഇനി വരാൻ പോകുന്ന ഇദ്ഗാമിനെ നമ്മൾ വീണ്ടും ഒരു 2 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇദ്ഗാം നാഖിസും ഇദ്ഗാം കാമിലും. നാഖിസ് എന്ന് പറഞ്ഞാൽ പാർഷ്യലായിട്ട് എന്നാണ്. അത് കംപ്ലീറ്റ് അല്ല, പൂർണ്ണമായിട്ട് ഇദ്ഗാം ചെയ്യുന്നതും പൂർണ്ണമായിട്ട് ഇദ്ഗാം ചെയ്യാത്തതും പൂർണ്ണമായിട്ട് ഇദ്ഗാം ചെയ്യുന്നു. ഇദ്ഗാം കാമിൽ മൊത്തത്തിൽ ഇദ്ഗാം ചെയ്യുന്നു. ഇങ്ങനെ 2 ടൈപ്പ് ഇദ്ഗാമും കൂടി ഉണ്ട്. ഇദ്ഗാം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൗആൻ, അത് ബിഗുന്ന ബിലാ ഗുന്ന അല്ലെങ്കിൽ ബിഗൈരി ഗുന്ന. ഇവിടെ പറയുന്നത് ഇദ്ഗാം എന്താണ്, ആ ഇദ്ഗാം ഉന്നയാണെങ്കിലും ബിഗൈരി ഉന്നയാണെങ്കിലും അത് 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പല്ല, എങ്ങനെ അപ്പോൾ അത് പറയാം, 2 രീതിയിൽ അത് ഇദ്ഗാം സംഭവിക്കുന്നുണ്ട്. 2 രീതിയിൽ അത് ഒന്ന് പൂർണ്ണമായിട്ട് ഇദ്ഗാം സംഭവിക്കും, ഒന്ന് പാർഷ്യലായിട്ട്, കംപ്ലീറ്റ് അല്ല, പാർഷ്യൽ. അതായത് ചെറിയ നൂന് ഇങ്ങനെ കേൾക്കും, മറ്റേത് നൂനേ കേൾക്കൂല. തൻവീനിൻ്റെ എൻ ശബ്ദം തീരെ കേൾക്കൂല, ഒന്ന് ചെറിയൊന്ന് കേൾക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു 2 ഉദാഹരണങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, യൗമ ഇദിൻ യസ്ദുറു, യൗമ ഇദിൻ യസ്ദുറു. അപ്പോൾ നമ്മളത് പാരായണം ചെയ്യുമ്പോൾ യൗമ ഇദിയ ഒരു നൂന് ഇങ്ങനെ ചെറുങ്ങനെ കേൾക്കാം. യൗമ ഇദിയസ്ദുറു ഹുദൗവ 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 ഹുദൗവ. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യങ്ങളും കൂടി ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതിന് പറയുന്നത് ഇദ്ഗാം നാഖിസാണ്. നാഖിസ് എന്ന് പറഞ്ഞാൽ പാർഷ്യലായിട്ട്, അത് പൂർണ്ണമായിട്ട് ഇദ്ഗാം അല്ല. ഇനി വരുന്നത് നോക്കൂ, കൗമമ്മ, മൻ എന്നുള്ള നൂന് കേൾക്കുകയേ ചെയ്യില്ല. കൗമമ്മ പൂർണ്ണമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നേരത്തെ അതായത് ഇദ്ഗാം നാഖിസിൽ പിന്നെ യൗമ ഇദിയ എന്നും ഹുദൗവ എന്ന് പറഞ്ഞിടത്തും എന്തില്ല, ഷദ്ദ് വന്നിട്ടില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഒന്നും എന്തില്ല, ഷദ്ദ് വന്നു. പക്ഷെ കൗമമ്മ എന്നുള്ളിടത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട്, മീമിന് ഷദ്ദ് വന്നിട്ട്. മീമിന് ഷദ്ദ് വരാൻ കാരണം എന്താണ്, നൂനു സാക്കിനെ പൂർണ്ണമായിട്ട് എന്തിലേക്ക് ലയിപ്പിച്ചിട്ടുണ്ട്, മീമിലേക്ക് ലയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നൂനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം യൗമ ഇദിൻ നഇമ, യൗമ ഇദി, പിന്നെ പൂർണ്ണമായിട്ട് നൂനാണ്, അവിടെ ഈ നൂനിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഷദ്ദ് വന്നിട്ടുണ്ട്. ഇത് എന്താണ്, കാമിലാണ്. പൂർണ്ണമായിട്ട് നൂനു സാക്കിന എന്ത് ചെയ്യുന്നുണ്ട്, മീമിലേക്കും നൂനിലേക്കും പൂർണ്ണമായിട്ട് ലയിപ്പിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് യാവും വാവുലേക്കും എന്തല്ല, പൂർണ്ണമായിട്ട് ലയിപ്പിക്കുന്നില്ല, പാർഷ്യലാണ്. ചെറിയൊരു ഇത് കേൾക്കാം. അതിൻ്റെ ഇത് എന്താണ്, നമുക്ക് പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കണമെങ്കിൽ പിന്നെ യാവിനും വാവിനും ഷദ്ദ് വന്നിട്ടില്ല. അത് തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. ഇവിടെ കൗമമ്മ ഒരു ഷദ്ദ് വന്നാണല്ലോ, അപ്പോൾ മണിച്ച് ഷദ്ദോട് കൂടിങ്ങിയിട്ടാണ് വരുന്നത്. യൗമ ഇദിൻ നഇമ, നേരെ മറിച്ച് അവിടെ
ഷദ് വരുന്നില്ല. യൗമ ഇദിൻ യസ്ദുറു യ എന്ന് ഷദ് വരുന്നില്ല. അപ്പം അത് അങ്ങനെയും നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ഇദ്ഗാം രണ്ടെണ്ണാന്നുള്ളത്, ഇദ്ഗാം 2 ടൈപ്പ്. അത് ഇദ്ഗാം ബി ഉന്ന, ബിലാ ഉന്ന അല്ലെങ്കിൽ ബി ഗൈരി ഉന്ന. പിന്നെ ആ ഇദ്ഗാം 2 രീതിയിൽ ഇദ്ഗാം സംഭവിക്കുന്നുണ്ട്. ഒന്നെന്താണ്, നാക്കിസ് പൂർണ്ണമായിട്ട് ഇദ്ഗാം സംഭവിക്കുന്നുണ്ട്, പാർഷ്യലായിട്ട് ഇദ്ഗാം സംഭവിക്കുന്നതുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. കൺഫ്യൂഷൻ വരരുത്. ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കൺഫ്യൂഷനെ വരെ. ഇദ്ഗാം എത്ര ഉണ്ട് നൗആൻ എന്ന് പറയുമ്പോൾ ബി ഉന്ന ബി ഗൈരി ഉന്ന എന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അത് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ തഹജീം കാര്യങ്ങളും നോക്കാം. ഇദ്ഗാമിൻ്റെ ഫുള്ളായിട്ടുള്ള പിന്നെ തഹജീം കാര്യം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. വരുന്നത് മാത്രാണോ സാറേ കാമിലായിട്ട് വരിക? ഷദ് വരുന്നത് എന്നല്ല, കാമിലാണെങ്കിൽ അവിടെ ഷദ് വരും പൂർണ്ണമായിട്ട്. ഇനിയും വരാണ്ട് നമ്മൾ ബിലാ ഉന്ന ബി ഗൈരി ഉന്നയിലും കാമിലാണ്, പൂർണ്ണമായിട്ടാണ്. ഷദ് വരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ട് അതിലേക്ക് വരുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത് ഷദ് വന്നിട്ടുള്ളത്. ഓക്കെ, കൺഫ്യൂഷൻ വരരുത് ഇവിടെ. ഇദ്ഗാം നാക്കിസും കാമിലും ഇദ്ഗാം ബി ഉന്നിയും ബി ഗൈരി ഉന്നിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരരുത് എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് ഇദ്ഗാം 2 എണ്ണം തന്നെയുള്ളൂ, ഇദ്ഗാം ബി ഉന്നയും ബി ഗൈരി ഉന്നയും. ആ ഇദ്ഗാം എന്ത് സംഭവിക്കുന്നുണ്ട്, നാക്കിസായിട്ടും ഇദ്ഗാം സംഭവിക്കുന്നുണ്ട്, കാമിലായിട്ടും ഇദ്ഗാം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ നാക്കിസും കാമിലും ബി ഗൈരി ഉന്നയിലും വരും? വരും. അപ്പൊ അത് രണ്ടിലും അല്ല, നാക്കിസും കാമിലും വരില്ല, ഏതോ ഒന്നേ വരുള്ളൂ. അത് നമുക്ക് അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത്. നൂനു സാക്കിന വ തൻവീൻ ഇദ്ഗാം. ഇനി നമുക്ക് ഇതിന്റെ തഹജ്ജി ഒന്ന് നോക്കാം. മാ അസ്വാബ മിൻ മുസീബ്, മിൻ എന്നുള്ള നൂന് കേൾക്കേ ചെയ്യില്ല. മിം മിം നേരെ മീമിലേക്കാ പോകുന്നത്. ആ നൂന് പൂർണ്ണമായിട്ട് എന്തിലേക്ക് മീമിലേക്ക് ഇദ്ഗാം സംഭവിച്ചിട്ടുണ്ട്. അപ്പം മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. തഹജ്ജി നൂൻ സാക്കിന മുദ്ഗമ ഫിൽ മീമിൽ മദ്മൂമ ബിഗുന്ന ഹർകതൈൻ. മിമ്മു മിമ്മു. ഓക്കെ, ഇത് എന്താണ്, നോർമലായിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞാലും മതി. ഇനി നമ്മൾക്ക് രണ്ടാമത് നമ്മൾ പഠിച്ച ഇദ്ഗാമിൻ്റെ കാമിലാണോ നാക്കിസാണോ അതും കൂടി കൂട്ടണമെങ്കിൽ ഈ രീതിയിൽ, അതായത് അതിൽ അതും കൂടി ആഡ് ചെയ്താൽ മതി. നൂൻ സാക്കിന മുദ്ഗമ ഫിൽ മീമിൽ മദ്മൂമ ബിഗുന്ന ഹർകതൈൻ ഇദ്ഗാം കാമിൽ. മിം മുസീബ മിം മുസീബ. ഓക്കെ, ഈ 2 രീതിയിലും ഇത് പറയാട്ടോ. നേരത്തെ പറഞ്ഞു ഇപ്പൊ ഇദ്ഗാം കാമിൽ അത് നിർബന്ധമായിട്ട് പറയണ്ടേ? അപ്പൊ ഇദ്ഗാം കാമിൽ നിർബന്ധമായിട്ട് പറയണമെന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ നമ്മൾ ആദ്യം ഈ കാമിലും നാക്കിസും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ആളുകൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അത് ആഡ് ചെയ്തത്. ഇദ്ഗാം ശരിക്കും ഇദ്ഗാം കാമിലും നാക്കിസും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് വെക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോർമൽ കേസിൽ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുകയാണെങ്കിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ആണ്. അറിഞ്ഞു വെക്കാമല്ലോ. അതെ അതെ. ഓക്കെ, ഇനി ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തൊരു ആയത്ത് നോക്കാം. وَمَن يُوقَ شُحَّ نَفْسِهِ فَأُولَئِكَ هُمُ الْمُفْلِحُونَ. ഷദ് വരരുത്. وَمَن يُوقَ شُحَّ نَفْسِهِ فَأُولَئِكَ هُمُ الْمُفْلِحُونَ. തഹജി നൂൻ സാക്കിന മുദ്ഗമ ഫിൽ യാഇൽ മദ്മൂമ ബിഗുന്ന ഹർകതൈൻ
വാവ് മദ് തൊബിഇ ഹർക്കത്താൻ മയ്യു മയ്യു മന്നായി പോകരുത്, നൂനിലെ ടച്ച് ചെയ്യരുത്. മയ്യു മയ്യൂഖ. നിങ്ങൾ ഒന്ന് നിങ്ങൾ ഈ തഹജിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കി. നമ്മൾ ഒന്നാമത്തെ ആയത്തിൽ പഠിച്ചത് ഫത്ഹ മാത്രമായിരുന്നു. അതായത് ഒന്നാമത്തെ ഹാല്, രണ്ടാമത്തെ, മൂന്നാമത്തെ ഹാലിൽ വെറും ദൊമ്മ മാത്രമായിരുന്നു പഠിച്ചത്. നൂൻ ദൊമ്മ മാത്രമായിരുന്നു പഠിച്ചിരുന്നത്. രണ്ടാമത്തെ ഹാൽ, അതായത് 3-4 വരുന്ന സമയത്ത് ദൊമ്മ വാവുമദ് വന്നു. നിങ്ങളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ എളുപ്പമാണ്. അതിപ്പോൾ നൂൻ സാക്കിന മുദ്ഗമ ഫിൽ യാഇൽ മദ്മൂമ ബിഉന്ന ഹർക്കത്തൈൻ, വാവുമദ് തൊബി ഹർക്കത്തൈൻ നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ക്ലാസ് മിസ്സാവരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ തുടക്കത്തിൽ ആകെ ചെറിയുള്ളൂ, ഫത്ഹ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കി ഒരു ചെറിയൊരു പോർഷൻ തഹജ്ജ് ചെയ്യുമ്പോൾ എനിക്ക് 2 ലൈനാണ് വരുന്നത്. നൂൻ സാക്കിന മുദ്ഗമ ഫിൽ വാവിൽ മദ്മൂമ ഫിൽ യാഇൽ മദ്മൂമ ബിഉന്ന ഹർക്കത്തൈൻ, പിന്നെ വാവ് മദ് തൊബിഇ ഹർക്കത്താൻ. അപ്പോഴാണ് അത് പൂർണ്ണമാകുക. അല്ലാണ്ട് യാ ദമ്മ വാവ് മദ് യാ പിന്നെ നൂൻ സാക്കിന മുദ്ഗമ ഫിൽ യാഇൽ മദ്മൂമ ബിഉന്ന ഹർക്കത്തൈൻ എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. വാവ് മദ് തൊബിഇ ഹർക്കത്താൻ, വാവും കൂടി എന്താണ് അതിനോട് ചേർത്ത് പറയുന്നത്. കാരണം അത് എത്രാമത്തെ ഹാലാണ്? 6ാമത്തെ ഹാലാണ്. അപ്പം അതും കൂടി എന്ത് ചെയ്യണം? ചേർത്ത് പറയണം. ഇതിനെ തന്നെ ഇനി നമ്മൾ മറ്റേ രണ്ടാമതിൽ പഠിച്ചതിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അതിനൊരു ഇതും കൂടി കൊടുക്കുക, ഇദ്ഗാം നാഖിസ് എന്ന്. ഇതെന്തല്ല, പൂർണ്ണമല്ല, പാർഷ്യലാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇദ്ഗാം ചെയ്യുന്നില്ല. മയ്യൂഖ. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂടെ ഇദ്ഗാം നാഖിസ്. മയ്യൂഖ വമയ്യൂഖ ശുഹ്ഹ നഫ്സിഹി. ഓക്കെ ഓക്കെ, ക്ലിയർ ആയല്ലേ? ഞാൻ ഒരാളെ വിളിക്കാം. ആരോ ഒരാൾ ഫസ്റ്റ് പേര് പറയുന്ന ആൾക്ക് അവസരം. സലാം കാ ഓതിക്കോളൂ. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് ആ ഭാഗം തഹജ്ജ് ചെയ്യാൻ പറ്റും സലാം കാ? പ്രയാസാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അല്ല, നൂൻ സാക്കിന അല്ല, മഞ്ഞ കൊടുത്ത ഭാഗത്താണ്. മഞ്ഞ കൊടുത്ത ഭാഗം അവിടെ താഴത്ത് വന്നിട്ടുണ്ട്, അത് വായിച്ചാൽ മതി. തൻവീൻ ബിൽ കസ്റ മുദ്ഗമ ബിൽ മീമിൽ മദ്മൂമ ബിഉന്നതി ഹർക്കത്തൈൻ. ഫിൽ മീമിൽ മദ്മൂമ ബിഉന്ന ഹർക്കത്തൈൻ. ഒന്നുകൂടി പറഞ്ഞു. ഫിൽ മീമിൽ മദ്മൂമ ബിഉന്നതി ഹർക്കത്തൈൻ. ഉന്നതി വേണ്ട, ബിഉന്ന ഹർക്കത്തൈൻ. ഹർക്കത്തൈൻ അങ്ങനെ. മുദ്ഗമ തൻവീൻ ബിൽ കസ്റ മുദ്ഗമ ബിൽ മീമിൽ മദ്മൂമ ബിഉന്ന ഹർക്കത്തൈൻ. ഓക്കെ 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 ഓക്കെ. ഇനി നമ്മൾ ഇതിലേക്ക് പിന്നെ ഇത് ശരിക്കും എന്താണ്, നാക്കിസാണോ കാമിലാണോ? കാമിലാണ്. അപ്പൊ കാമിൽ കൂടി ചേർക്കുകയാണെങ്കിൽ എങ്ങനെ വരും? തൻവീൻ ബിൽ കസ്റ മുദ്ഗമ ബിൽ മീമിൽ മദ്മൂമ ബിഉന്ന ഹർക്കത്തൈൻ നാക്കിസ്. നാക്കിസാണോ? ഇദ്ഗാം കാമിൽ. പൂർണ്ണമായിട്ട് ഇദ്ഗാം ചെയ്യണം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്. സലാം കാക്ക് മനസ്സിലായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ഓക്കെ, ഇനി നമ്മൾ ഹിഫ്ളുൽ ഖുർആൻ, ഈ ആഴ്ച നമ്മൾ തുടങ്ങുന്നൊരു പുതിയൊരു പോർഷനാണ് ഹിഫ്ളുൽ ഖുർആൻ. ഖുർആൻ ഹിഫ്ള് ചെയ്യുക എന്നുള്ളത്. അത് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് കഴിയുന്ന ആളുകൾക്ക് ഹിഫ്ള് ചെയ്യുക. അല്ലാത്ത ആളുകൾ പാരായണം ചെയ്ത് പഠിക്കുക. സൂറത്ത് ഫുർഖാനിലെ 1 മുതൽ 6 വരെയുള്ള ആയത്താണ്. ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കി. പിന്നെ ഉസ്താദിൻ്റെ ശബ്ദമാണ്, കേൾക്കാം. കേൾക്കുന്നില്ല നിങ്ങൾ പറയണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
وصلى الله وسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما. ഓക്കെ, അൽഹംദുലില്ലാ. ഈ പോർഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് നിങ്ങൾ പഠിക്കുക. ഹോംവർക്ക് നിങ്ങൾക്ക് തരും. അതിൽ പിന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എന്താ ചെയ്യേണ്ടതെന്ന്. അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി പാരായണം ചെയ്യണോ? ഇത് പാരായണം ചെയ്യണമെങ്കിൽ നമുക്ക് പാരായണം ചെയ്ത് നോക്കാം. ആണോ? ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറാ. الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا وقال الذين كفروا إن هذا إلا إفك افتراه
وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما. ഓക്കെ, ഇൻഷാ അല്ലാ ഇതിൻ്റെ ഓഡിയോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് പഠിക്കാൻ, അത് കുറച്ച് കേട്ടാൽ മതി, പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഹിഫ്ള് ഞാൻ ആവർത്തിച്ച് പറയാണ്, ഹിഫ്ള് ചെയ്യൽ നിർബന്ധമല്ല, പക്ഷേ ഹിഫ്ള് ചെയ്താൽ അൽഹംദുലില്ലാ അത് ഖൈറാണ്. പിന്നെ പാരായണം എന്തായാലും നിങ്ങൾ ക്ലിയർ ആക്കണം. അപ്പം ഇതിൽ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ വരാണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ എടുക്കാത്തതുണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾ പിന്നെ എന്താണ് ഈ ഒരു ഇത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, ഇഫ്കുൻ ഇഫ്തറാഹു. അത് നമ്മൾ എടുത്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാനുള്ള ഒരു ഏരിയയാണ്. ഹാദാ ഇല്ല ഇഫ്കുൻ ഇഫ്തറാഹു, എങ്ങനെ ഇഫ്കുൻ ഇഫ്തറാഹു എന്ന് പാരായണം ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കൊരു സംശയമായിട്ടുണ്ടാവും. ഇൻഷാ അല്ലാ അത് നമുക്ക് എടുക്കാനുള്ള ഒരു പോർഷനാണ്. ഇപ്പം നിങ്ങൾ അങ്ങനെ പാരായണം ചെയ്ത് പഠിക്കുക. എന്തുകൊണ്ട് അവിടെ എന്നുള്ളത് നമ്മൾ ഒരു ടോപ്പിക് തന്നെയാണ്. തെഹരീക്ക് ഹദഫ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് തന്നെയാണ്. അപ്പം നമുക്ക് പഠിക്കാം. അപ്പം കുറേ പിന്നെ സംശയങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാ അത് നല്ലതാണ്. സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പം കൂടുതൽ പഠിക്കാനൊക്കെ നമുക്ക് കഴിയും. ഇൻഷാ അല്ലാ എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ഒരു പിന്നെ പഠനം അത് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അത് പരമാവധി നമ്മൾക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കുക. അതിന് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഒരുപാട് വ്യത്യസ്ത രീതിയിലാണ് ക്യാൻസറിൻ്റെ പ്രയാസങ്ങളായിട്ട് ഹോസ്പിറ്റലുകളും വീടുകളിലായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് നമ്മുടെ പഠന ഗ്രൂപ്പിലുണ്ട്. അതേപോലെ മറ്റ് കിടപ്പ് പ്രായാധിക്യങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതേപോലെ മക്കൾ മൂലം പരീക്ഷണത്തിലേറെ പ്രയാസം അനുഭവിക്കുന്ന പിന്നെ പഠിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ട്. മക്കൾ മീൻസ് മക്കളെ ആ ഒരു അസുഖം കാരണം അത് ഹൈറാണ് അവർക്ക്. അവർ ചെയ്യുന്ന പ്രവർത്തനത്തിനൊക്കെ ആ കുട്ടികൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ആ കുട്ടികൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ അതൊക്കെ നാളെ പരലോകത്ത് ഒരുപാട് ഹൈറാണ്. അങ്ങനത്തെ ഒരു പ്രയാസമാണ്. ഓരോ കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ളവരുണ്ട്. അതേപോലെ മാനസികവും സാമ്പത്തികവും പല തരത്തിലാണ് പ്രയാസങ്ങൾ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ പിന്നെ നമ്മൾ കൂടുതൽ അള്ളാഹുവിനോട് അടുത്ത് നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വയുള്ളവരാവുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരു മഖ്റജ് നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം യജഅൽ ലഹു മഖ്റജ എന്നാണ്. പക്ഷെ അതിനെന്ത് വേണം? അള്ളാഹുവിനോട് തഖ്വ ബോധമുള്ളവരാവണം. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറാൻ ശ്രമിക്കുക. ആ രീതിയിൽ അള്ളാഹുവിനോട് അടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രയാസങ്ങളൊക്കെ, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. പ്രയാസങ്ങളൊക്കെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് നാളെ പരലോകത്ത് ഹൈറാണ് അല്ലേ? നമ്മൾ വിചാരിക്കും എന്നെ മാത്രം എന്താ പഠിച്ചോൻ ഇങ്ങനെ പരീക്ഷിക്കണമെന്ന് നമുക്ക് നമുക്കൊക്കെ തോന്നിപ്പോവും. എന്താണ് പഠിച്ചോ, ഞാൻ നിസ്കരിക്കുന്നില്ലേ, ഞാൻ നോമ്പ് വെക്കുന്നില്ലേ, ഞാൻ സക്കാത്ത് കൊടുക്കുന്നില്ലേ, ഞാൻ ആരെങ്കിലും ഉപദേശിച്ചു, പക്ഷെ എന്നെ എന്തിനാണ്? അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. പിന്നെ നമ്മൾക്ക് അള്ളാഹു നമ്മളെ കൂടുതൽ പരീക്ഷിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അള്ളാഹു നമ്മെ കൂടുതൽ ഇഷ്ടപ്പെടുമ്പോൾ നമ്മളെ കൂടുതൽ പരീക്ഷിക്കും. അപ്പോൾ നമ്മളെ മനസ്സ് പതറരുത്. അപ്പം മനസ്സിലാക്കേണ്ടത് എന്താണ്? റബ്ബ് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ എന്താവണ്ട, നിരാശരാവരുത്. കാരണം അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. അത് മാത്രം നമ്മൾ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പഠനത്തെയും
ഈ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കുന്ന ഓരോ സെക്കൻഡും നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരലോകത്ത് കൊണ്ടുതരും, യാതൊരു സംശയമില്ല. കാരണം നമ്മൾ ഖുർആൻ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ പഠിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ഓരോ സമയവും അള്ളാഹു നമുക്ക് നാളെ പരലോകത്ത് കൊണ്ടുതരും. അതിൽ യാതൊരു സംശയവുമില്ല, സംശയത്തിൻ്റെ ആവശ്യമില്ല. അള്ളാഹു ആ രീതിയിൽ നമുക്ക് നാളെ ഒരുപാട് അനുഗ്രഹങ്ങളായിട്ട് ഈ ഒരു സമയത്തെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മിൽ വിട പറഞ്ഞു പോയ നമുക്ക് വേണ്ടപ്പെട്ടവർ ഉണ്ട്, ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇല്ലേ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടമൊക്കെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് പഠിക്കുക, നല്ലോണം പഠിക്കുക. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചു കൊണ്ട് മാത്രം പഠിക്കുക, വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചു കൊണ്ട് നമ്മൾ പഠിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പം പഠിക്കാനും അതിൻ്റെ ഒരുപാട് പ്രതിഫലം, നമ്മളെ പ്രയാസങ്ങളൊക്കെ അങ്ങനെ അള്ളാഹുവിനോട് തുറന്നു പറയുമ്പോൾ പ്രയാസങ്ങളൊക്കെ നീക്കി തരും ചെയ്യും. പഠിക്കാനുള്ള പ്രയാസമായാലും എന്ത് പ്രയാസമായാലും ഒക്കെ അള്ളാഹു നീക്കി തരുമെന്നും പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.